അത്രമാത്രം ദുരിതം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. തീരാ ദുരിതം തീരാ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന കാഴ്ച തന്നെയാണ് ക്യാമ്പുകളിൽ കാണുന്നത്. ഈ ക്യാമ്പുകളിലാണ് ശരിക്കും ഈ ദുരിതത്തിൻ്റെ ശേഷിപ്പുകൾ, അതിൽ അവശേഷിക്കുന്ന ആളുകളുടെ ആ ഒരു സങ്കടം, അവർ പറയുന്ന കാര്യങ്ങൾ, ഉറ്റവരെ തേടി ഇരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യർ, അവരുടെ മുഖങ്ങൾ, അവരുടെ നിസ്സഹായാവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരഞ്ഞു പറയുന്നവർ, ജീവനും കൊണ്ട് ഓടിയെന്ന് പറയുന്നവർ, ആ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ, അതിന് സാക്ഷികളായവർ, ആ നടുക്കം മാറാതെയുള്ള അവരുടെ ആ പ്രതികരണം, അതെല്ലാം ഈ ക്യാമ്പുകളിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഒരു വശത്ത് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ, വളരെ ഊർജിതമായി തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എല്ലാ സേനകളും, സാധ്യമാകുന്ന എല്ലാ സേനകളും, എല്ലാവരും, മനുഷ്യസാധ്യമാകുന്ന എല്ലാം എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ഇന്നൊരു ദിവസമാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി നടക്കാനായിട്ട് സാധിച്ചത്. അതിന് കാലാവസ്ഥയും അനുകൂലമായി തന്നെ നിന്നു. അതുപോലെ തന്നെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും, മന്ത്രിമാരടക്കം അവിടെ ക്യാമ്പ് ചെയ്താണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പുകളിലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം, വസ്ത്രം, അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, മാനസികമായി പിന്തുണ വേണ്ടവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ക്യാമ്പുകളിലും സുസജ്ജമാണ്. അതിലും മന്ത്രിമാരടക്കമുള്ള ആളുകളാണ് അതിൽ നേരിട്ട് പങ്കാളികളായി ആ ഒരു കാര്യങ്ങളൊക്കെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടിയുള്ള പാലം, ഒരു സൈന്യത്തിൻ്റെ പാലം നിർമ്മിക്കുന്നുണ്ട്. മറ്റൊരു പാലം നിർമ്മിച്ചത് NDRF സംഘം നിർമ്മിച്ച പാലം മുങ്ങിപ്പോയി എന്നുള്ളൊരു വാർത്തയും ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. മുണ്ടക്കയിൽ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് അവിടെ പെയ്യുന്നത്. അവിടെ ശ്രീജിത്താണ് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ക്യാമ്പിലെ കാഴ്ച, അതാണ് ഏറ്റവും നിസ്സഹായ അവസ്ഥയുള്ള മനുഷ്യരുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉറ്റവർ എവിടെ പോയി എന്നറിയാത്തവർ, അവരെ നഷ്ടപ്പെട്ടു എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ ആ ഒരു കാഴ്ച. അതുപോലെ തന്നെ ഒരു വശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തിന് ആണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീജിത്ത്, എന്താണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ഏത് ദുരന്തത്തിന്റെയും, ഏത് മഹാദുരന്തത്തിന്റെയും വലിയൊരു പരിപ്രേക്ഷ്യമാണിത്. കാരണം ഈ കാഴ്ചകൾ ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, കുടുംബങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയവർ, വീടുകൾ ഒലിച്ചുപോയവർ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഒരു അവസ്ഥയാണത്. ഇത് തന്നെയാണ് മേപ്പാടിയിൽ നിന്നും എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ഏതാണ്ട് 7000-ഓളം പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നത്. ഇവരെല്ലാം ഈ ദുരന്തത്തിന്റെ ഫലം അനുഭവിക്കുന്നവരാണ്. ഏതാണ്ട് 30-35 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ രക്ഷാപ്രവർത്തനം അതിന്റെ ഏറ്റവും വേഗത്തിലാണ് നടക്കുന്നത്. കാരണം ഇനിയും ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ, ആരെങ്കിലും ഇനിയും വീടുകളിൽ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. സൈന്യം കൂടി ചേർന്നുകൂടി രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ വേഗത്തിലായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ച് വലിയ ചെളി മലയാണ് അവിടെ ഈ രണ്ട് പ്രദേശത്തും, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ചെളി മലയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആ ചെളിമലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് പൊളിച്ചും വീടുകൾക്കകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചും ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് സൈന്യം പോയും അന്വേഷിച്ചും ആ രൂപത്തിലുള്ള അന്വേഷണവും തെരച്ചിലും രക്ഷാപ്രവർത്തനവുമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പ്രാദേശികമായി ജനപ്രതിനിധികൾ, പ്രാദേശികമായ സാമൂഹ്യ പ്രവർത്തകർ, ഇവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച് എത്ര പേരുണ്ട്, അവരിൽ ആരൊക്കെ പുറത്തു പോയിട്ടുണ്ട്, അങ്ങനെ കാണാതായവർക്കായുള്ള തെരച്ചിൽ, അവരുടെ എണ്ണം കണക്കാക്കിക്കൊണ്ടാണ് ജില്ലാ ഭരണകൂടം, പ്രാദേശിക ഭരണകൂടവും ഇപ്പം രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുന്നത്. കാരണം എത്ര പേരെ കാണാനുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം വീടുകളിലും എവിടെയെല്ലാം, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി, അതിന്റെ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള വലിയ ചെങ്കുത്തായ മലയിൽ നിന്ന് താഴേക്കാണ് ഇത് ഉരുൾപൊട്ടി ഇറങ്ങിയിട്ടുള്ളത്. ഈ ചെങ്കുത്തായ മലയുടെ രണ്ട് വശത്തുമായിട്ടാണ് വീടുകളുള്ളത്. ഏറ്റവും താഴെ ചൂരൽമലയിലാണ് ടൗൺ ഉള്ളത്. അതിനോടൊപ്പം തന്നെ മുണ്ടക്കയിലും ഒരു ചെറിയ ടൗൺ ഉണ്ട്, അവിടെ കടകളുണ്ട്. ഇവിടെയൊക്കെ ഉള്ള വീടുകളുടെ കണക്കെടുത്ത് ആ വീടുകളിലെ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയിരുന്നത്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഈ പ്രദേശത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിനകത്ത് റിസോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുണ്ട്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളുണ്ട്. അവരുടെ എണ്ണം എത്രയാണ്, അവരാരൊക്കെ പുറത്തു പോയിട്ടുണ്ട്, അവരാരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഹോം സ്റ്റേകളിൽ
ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, പുറത്തു നിന്നുള്ള ആളുകളുണ്ടോ, അവരെ കുറിച്ചുള്ള അന്വേഷണം, അവരുടെ കണക്കുകൾ, ഇതെല്ലാം ഇപ്പോൾ സൈന്യവും രക്ഷാപ്രവർത്തകരും പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി രാജൻ പറഞ്ഞ പോലെ റേഷൻ കടകളിലെ റോളുകൾ, എസ്റ്റേറ്റുകളിലെ തൊഴിലാളി കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് റോളുകൾ, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക, ഇതെല്ലാം എടുത്ത് ഇതിൽ നിന്നുള്ള കണക്കുകൾ എടുത്തുകൊണ്ട് ഇവരിൽ ആരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണക്കെടുപ്പാണ് ഇപ്പോൾ പ്രാദേശിക ഭരണകൂടം നടത്തുന്നത്. അതിനനുസരിച്ചുള്ള വിവരങ്ങളാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, രാവിലെ ഈ പ്രഭവ കേന്ദ്രത്തിൽ എസ്റ്റേറ്റിനകത്തുള്ള അവിടെ നിന്ന് 19 പേരെയാണ് കൈക്കുഞ്ഞടക്കം രക്ഷപ്പെടുത്തിയത്. അട്ടമലയിൽ നിന്ന് 100 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെല്ലാം ഈ പ്രളയത്തിന്റെ ദുരന്തത്തിന്റെ സാക്ഷികളായി കഴിഞ്ഞ 34-35 മണിക്കൂറുകളായി രക്ഷ തേടി, സഹായം തേടി കാത്തിരിക്കുകയായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള വിവരങ്ങളാണ് പ്രാദേശിക ഭരണകൂടം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ, കൂടുതൽ ഡോക്ടർമാരെ, കൂടുതൽ നഴ്സുമാരെ എത്തിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക്, പരിക്കേറ്റവർക്ക് ശുശ്രൂഷ നൽകാനുള്ള, ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ ആരോഗ്യ വകുപ്പും സർക്കാരും നടത്തുന്നുണ്ട്. കാരണം ഏതാണ്ട് 700ഓളം പേരെ പല ഭാഗത്തു നിന്നായി, പല പ്രദേശത്തു നിന്നായി, ചുറ്റുപാടുകളിൽ നിന്നായി, ഈ 2 വാർഡുകളിൽ അപ്പുറത്ത് നിന്നായി രക്ഷപ്പെടുത്തി. കാരണം ഇത് ഈ അപകടത്തോടു കൂടി ഇത് പൂർണ്ണമായി ഒറ്റപ്പെട്ട മേഖലയായി മാറി. അവർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, മരുന്ന് വേണം. അതിനുള്ള സൗകര്യങ്ങൾ കൂടി സർക്കാർ പല ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അവരെ കൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇന്ന് പകൽ മുഴുവൻ നടത്തിയത്. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൂടുതൽ ഫോറൻസിക് സർജന്മാരെ ആവശ്യമുണ്ട് എന്ന് രാവിലെ മുതൽ തന്നെ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് കൂടുതൽ ഡോക്ടർമാരെയും ഫോറൻസിക് സർജന്മാരെയും ഇവിടെ മേപ്പാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും എത്തിക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ രക്ഷാപ്രവർത്തനം, ഈ ഇവിടെ നടക്കുന്ന വീടുകൾ തേടിയുള്ള, വീടുകൾ കയറിയിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം തിരിച്ച് അത് കൂടുതൽ ഊർജിതമാക്കാനാണ്, കൂടുതൽ ശക്തമാക്കാനാണ് സൈന്യം ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം ഇവിടെ ബെയിലി പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും വേഗത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ബെയിലി പാലം 90% പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പാലം പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ അവിടേക്കുള്ള യാത്രാ സൗകര്യം സുഗമമാകും. അതിനനുസരിച്ച് വാഹനങ്ങൾ, അതിനനുസരിച്ച് കൂടുതൽ ഉപകരണങ്ങൾ എന്നിവ മറുകരയിലേക്ക് എത്തിച്ച് ഈ പ്രദേശത്തെ മുണ്ടക്കൈയിലേക്ക് എത്തിച്ച്, കാരണം നമുക്കറിയാം മുണ്ടക്കൈ പൂർണ്ണമായി സാഹചര്യമാണ്. ഏതാണ്ട് 10 വീടുകളെങ്കിലും ശേഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ അവിടെ ഉണ്ടാക്കുന്ന 400 ഏതാണ്ട് 1-2 വിരലിൽ എണ്ണാവുന്നോ മാത്രം ശേഷിക്കുന്ന രൂപത്തിൽ ബാക്കിയെല്ലാം പൂർണ്ണമായി തകരുകയോ ചെളി അടിയുകയോ ആ രൂപത്തിലാണ് ഇപ്പോൾ മുണ്ടക്കൈയിലുള്ളത്. ഒരു ഗ്രാമം മുതൽ ഒരു വലിയ ജനവാസ കേന്ദ്രം തന്നെ പൂർണ്ണ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനനുസരിച്ച് അവിടെ ആരെങ്കിലും ഉണ്ടോ, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ അവിടെ ശേഷിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനം മഴ മാറി നിൽക്കുക എന്നുള്ളതാണ്, കാലാവസ്ഥ എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ ബെയിലി പാലം, താൽക്കാലിക പാലം സജ്ജമാകണം. എങ്കിൽ കൂടുതൽ ചികിത്സാ ഉപകരണങ്ങളും ചികിത്സാ സൗകര്യങ്ങളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും അവിടേക്ക് എത്തിക്കാൻ കഴിയും, വാഹനങ്ങൾ എത്തിക്കാൻ കഴിയും. വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിർബന്ധമായി വേണം. കാരണം ഇപ്പോൾ അവിടെ വെള്ളരിമല സ്കൂളിനോട് ചേർന്നാണ് സൈന്യത്തിന്റെ ബേസ്. ഇവിടെ ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരത്തോളം ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് ഇപ്പോൾ പോകാൻ കഴിയുള്ളൂ. പാലം സജ്ജമാകുന്നതോടുകൂടി കൂടുതൽ ആളുകൾക്ക് അവിടെ സൈന്യത്തിൽ എത്താൻ കഴിയും, NDRF എത്താൻ കഴിയും, രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയും, ആരോഗ്യ കൂടി അവിടെ എത്താൻ കഴിയും. ആ രൂപത്തിലുള്ളൊരു ബെയിലി പാലം സജ്ജമാക്കാനാണ് സൈന്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ചെളി അടിച്ചിട്ടുള്ളത് വലിയ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഏതാണ്ട് മുട്ടിനേക്കാൾ ഉയരത്തിൽ ചെളിയിൽ പൂണ്ടു നിന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പലരെയും പല തവണ പല ആവർത്തിച്ച് ആണ് പിടിച്ചു കയറ്റുന്നത്, വടം വെച്ച് കെട്ടിക്കയറ്റുന്നത്. ഈ ചെളി കൂടി ദുഷ്കരമായ സാഹചര്യത്തിൽ മഴ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഈ ചാലിയാറിനോട് തീരത്ത് നിലമ്പൂർ വനത്തിൽ പോത്തുകല്ലിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം, അവിടുത്തെ തെരച്ചിൽ ശക്തമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനത്തിനുള്ളിലാണ് ഇപ്പോൾ തെരച്ചിൽ
നടത്തുന്നത്. വനത്തിനുള്ളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളൊരു തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ ഏതാണ്ട് നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരം 65 മൃതശരീരങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് ഈ വലിയ മലവെള്ളപ്പാച്ചിൽ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണ്. അവിടെ നിന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഇന്നലെ ആദ്യം ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ വനത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. സൈന്യവും രക്ഷാപ്രവർത്തകരും. ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത് പ്രാദേശികമായ സഹായമാണ്, നാട്ടുകാരുടെ സഹായമാണ്, സന്നദ്ധ സംഘടനകളുടെ സഹായമാണ്. ആ സംഘടനകൾ കൂടിയാണ് നിലമ്പൂരിലെ കാട്ടിൽ വനത്തിൽ നിലമ്പൂർ മേഖലയിൽ നിന്നുള്ള എല്ലാവിധ സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ വനത്തിനുള്ളിൽ തെരച്ചിൽ പങ്കാളിയാകുന്നുണ്ട്. അവർക്കാണ് ആ പ്രദേശത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. അവരാണ് വനത്തിനുള്ളിൽ തെരച്ചിൽ നടത്തുന്നത്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന വിവരങ്ങൾ. സ്വാതി. ശരി ശ്രീജിത്ത്, ഇപ്പോൾ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധമുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഭക്ഷണം എത്തിക്കാൻ സാധിക്കാത്തതാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമെന്നും പറയുന്നു. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട്ടിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അവിടെയാണ് ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. വാഹനം പോലീസ് വഴിയിൽ തടഞ്ഞു വെച്ചു. പാലം മുങ്ങിയതിനാലും മുണ്ടക്കൈയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. മേപ്പാട് CHCയിലുള്ള 103 മൃതദേഹങ്ങളിൽ 100 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നുള്ള വിവരം അവിടെ നിന്നും ഏറ്റവും പുതിയതായി ലഭിക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരിൽ മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് മുണ്ടേരി ഭാഗത്ത് ചാലിയാർ പുഴയുടെ വിവിധ കടവുകളിൽ നിന്നായി 75 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവയെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ എത്തിയാണ് ബന്ധുക്കളും ഉറ്റവരും അത് തിരിച്ചറിയുകയും പിന്നീട് മറ്റുള്ള നടപടികളിലേക്കും പോകുന്നത്. കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ VT മാത്യു ദുരന്ത ഭൂമിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ബെയിലി പാലം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ണൂരിൽ നിന്നും ആണ് പുറപ്പെട്ടിരിക്കുന്നത്. വൈകുന്നേരത്തിനകം കണ്ണൂർ ബെയിലി പാലം എത്തിച്ചേരും. ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനായിട്ട് സാധിക്കും എന്നാണ് കരുതുന്നത്. കുറെ കൂടി ഉപകരണങ്ങൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാകും. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തി. അവരെ കണ്ടെത്താനായിട്ട് കൂടുതൽ ഉപകരണങ്ങൾ ഹിറ്റാച്ചിയും JCB അടക്കമുള്ള കൂടുതൽ ഉപകരണങ്ങൾ അവിടേക്ക് എത്തിച്ചാൽ മാത്രമേ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകളെ അവിടെ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, തെരയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏറെ നിർണായകമാണ്. 190 അടി നീളമുള്ള പാലമായിരിക്കും നിർമ്മിക്കുക. സ്നിഫർ ഡോഗുകളെ ഇന്ന് വൈകിട്ടോടെ നാവികസേനയുടെ സഹായത്തോടെ വയനാട്ടിൽ എത്തിക്കും എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സ്നിഫർ ഡോഗുകളുടെ സഹായമുണ്ടെങ്കിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം വേഗം തിരിച്ചറിയാനായിട്ടും ആ തെരച്ചിലിന് അത് വളരെ സുഗമമാകും എന്നുള്ളതുകൊണ്ടാണ് സ്നിഫർ ഡോഗുകളെ കൂടി ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കുന്നത്. ഡോഗ് സ്ക്വാഡിൻ്റെ സഹായം കൂടി തേടുന്നത്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉച്ചഭക്ഷണം കൃത്യമായി എല്ലാവർക്കും നൽകുന്ന ആ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ മന്ത്രിമാർ അടക്കമുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്താണ് ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് വളരെ ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. NDRF അടക്കമുള്ള സംഘങ്ങൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മുണ്ടക്കൈ ഭാഗത്താണ് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കേണ്ടത്. അവിടെയാണ് ആളുകൾ കൂടുതലായി കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ നിന്നുമാണ് ഇനിയും കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇനി ഉച്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം, മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ രാത്രിയാകാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള മണിക്കൂറുകൾ രക്ഷാപ്രവർത്തനം ഏറെ ഊർജിതമാക്കുക എന്നുള്ളതാകും ഇന്നത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. ശ്രീജിത്ത്, ഏതൊക്കെ രീതിയിലായിരിക്കും ഡോഗ് സ്ക്വാഡ് അടക്കം രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക? തീർച്ചയായും സൈന്യത്തിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏകോപനത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം. പരമാവധി ഡോഗ് സ്ക്വാഡ്, അതായത് സ്നിഫർ ഡോഗ് സ്ക്വാഡുകളെ, ആദ്യം പോലീസിന്റെ ഡോഗ് സ്ക്വാഡാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം മായ, മർസി എന്ന് പറയുന്ന 2 നായ്ക്കളായിരുന്നു. അത് കഴിഞ്ഞ തവണ പുത്തുമലയിലും അവർ തന്നെയായിരുന്നു ആളുകളെ കണ്ടെത്താൻ സഹായിച്ചിരുന്നത്. ഇത്തവണ സൈന്യത്തിന്റെ സേവനം തേടിയത് കൊണ്ട് അവരുടെ ഡോഗ് സ്ക്വാഡും എത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് പുതിയ ടീം വരുന്നുണ്ട്. അതോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള
നിന്നുള്ള ടീം ഇനി വരുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നടത്തുന്ന രക്ഷാപ്രവർത്തനം വളരെ 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 ദുഷ്കരമായ ഒരു സ്ഥിതിയാണുള്ളത്. കാരണം മഴ മാറുന്നില്ല, ചെളി വലിയ രീതിയിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് ഒരു വീടിനേക്കാളൊക്കെ ഉയരത്തിലാണ് ഈ ചെളി അവിടെ വീണിട്ടുള്ളത്. മല ഇടിഞ്ഞു വന്നുള്ള ചെളി, അതിനടിയിൽ ആളുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളത് വലിയ ദുഷ്കരമായ ഒരു സാഹസമായ ഒരു പ്രവൃത്തിയാണ്. അതിന് സൈന്യത്തിന് കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. അതിനാണ് അവരുടെ സൈന്യം സാധാരണഗതിയിൽ ഇത്തരം മേഖലകൾ ഉപയോഗിക്കുന്ന ഡോഗ് സ്ക്വാഡിനെ എത്തിക്കുന്നത്. അവർ കൂടി വരുന്നതോടുകൂടി ഇപ്പൊ ഏതാണ്ട് 5 സംഘങ്ങളായി തിരിഞ്ഞ് ആണ് സൈന്യം രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നത്. ഒരു സംഘം പിന്നെ ഈ പ്രഭവ കേന്ദ്രത്തിലേക്കാണ് അവർ ആദ്യം രാവിലെ പോയത്. മറ്റൊരു സംഘം ചൂരൽമലയിലെ ജനവാസ കേന്ദ്രം എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ അവിടെയാണ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റുള്ള സംഘങ്ങൾ വനത്തോട് ചേർന്നുള്ള അല്ലെങ്കിൽ ആ ഏലത്തോട്ടത്തോട് ചേർന്നുള്ള പ്രദേശത്ത് മറ്റു 2 സംഘങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതായത് അവർ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഈ മൊബൈൽ ഫോണിലും വാട്സപ്പിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് അവിടേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ 5 സംഘങ്ങളായി തിരിഞ്ഞാണ് രക്ഷാപ്രവർത്തനം ഈ പറയുന്ന ചൂരൽമലയിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ അട്ടമലയിൽ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നലെ അവിടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അട്ടമലയിൽ എങ്ങനെയാണ് എത്തിച്ചേരുക എന്ന് ഇവർക്ക് ഈ സൈനിക സംഘങ്ങൾക്കൊന്നും അറിയാത്തൊരു സാഹചര്യം. പക്ഷെ ഇന്ന് പ്രദേശവാസികളുടെ സഹായത്തോടെ, നാട്ടുകാരുടെ സഹായത്തോടെ അട്ടമലയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെയാണ് 100 പേരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞത്. അത് വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമായിരുന്നു. അതോടൊപ്പം പ്രഭവ കേന്ദ്രത്തോട് ചേർന്നുള്ള എസ്റ്റേറ്റിൽ, വനറാണി എസ്റ്റേറ്റിൽ കുടുങ്ങിയ ആളുകളെ 19 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. കൈക്കുഞ്ഞടക്കമാണ് അവിടെ നിന്ന് രക്ഷിച്ചത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആർക്കും സഹിക്കാൻ കഴിയുന്ന അതിനപ്പുറത്തുള്ള വേദനാജനകമായ സംഭവങ്ങൾക്കിടയിൽ ഇത്രയും പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമാണ്. അതിൽ ഈ സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും വലിയൊരു പ്രയത്ന ഫലമാണ്. വലിയ സാഹസികമായ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആദ്യം തന്നെ ഇന്ന് രാവിലെ കാലാവസ്ഥ അനുകൂലമായപ്പോൾ തന്നെ പ്രഭവ കേന്ദ്രത്തിലേക്ക് അവിടെ എത്ര വീടുകളുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ വീടുകൾക്ക് അടുത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി അവിടേക്ക് പോവുകയാണ് ഉണ്ടായത്. താൽക്കാലിക പാലം നിർമ്മിക്കുക, വടം കെട്ടണമെങ്കിൽ വടം കെട്ടുക, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തിട്ടായാലും പുഴയെ മറികടന്ന് ദുഷ്കരമായ സാഹചര്യത്തെ മറികടന്ന് അതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധി, വലിയ പാറകൾ വീണുണ്ടായ ഈ പ്രദേശമാകെ വനത്തിൽ നിന്നുള്ള പാറകൾ വീണുണ്ടായ യാത്രാ ദുരിതമാണ്. ദുഷ്കരമായിരുന്നു, സാഹസമായിരുന്നു രാവിലത്തെ പ്രവൃത്തി. ന്യൂസ് മലയാളം ആ സൈനിക ടീമിനൊപ്പം ചേർന്നിരുന്നു. അവരുടെ സേവനം നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ നൽകാൻ കഴിഞ്ഞിരുന്നു. വലിയ ദുഷ്കരമായ സാഹസമായ പ്രവൃത്തിയിലൂടെ 19 പേരെയാണ് കഴിഞ്ഞ 35-36 മണിക്കൂറുകളായി കുടുങ്ങിക്കിടന്നിരുന്ന, ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന, കൈക്കുഞ്ഞടക്കമോ കാത്തിരുന്ന അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പല വീടുകൾക്കകത്തും വീട്ടിന്റെ മേൽക്കൂര പൊളിച്ച് താഴെ ഇറങ്ങി ആളുകൾ ഉണ്ടോ എന്ന് തിരയേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ്. ചൂരൽമലയിലാണ്. കാരണം അത് ചൂരൽമലയാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും അടിവാരമായിട്ട് കണക്കാക്കുന്നത്. മുണ്ടക്കൈയിലും അതേ സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വീടുകൾക്ക് മുകളിൽ, ഓടുകൾക്ക് മുകളിൽ, കെട്ടിടങ്ങൾക്ക് മുകളിൽ മണ്ണിടിഞ്ഞ് വീണത് കൊണ്ട് അത് ആദ്യം മുകളിലുള്ള കോൺക്രീറ്റ് പൊളിച്ച്, ആ കോൺക്രീറ്റ് പൊളിച്ചതിന് ശേഷം അകത്തിറങ്ങിയ ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു സൈനികരും രക്ഷാപ്രവർത്തകരും NDRF ഒക്കെ ചെയ്തിരുന്നത്. ആദ്യ ദിവസം ഫയർഫോഴ്സിന് ചെയ്യാൻ കഴിയാതിരുന്നതും അതാണ്. കാരണം രാത്രി പുലർച്ചെ വളരെ ദുഷ്കരമായ അന്തരീക്ഷം, വൈദ്യുതി ബന്ധം ഉണ്ടായിരുന്നില്ല. ഇന്നലെ എന്നാൽ അത് ആ സാഹചര്യം മാറുന്നു. പകലാകുമ്പോഴേക്കും സൈന്യം എത്തുന്നു, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക്, എത്രത്തോളം ആളുകളിലേക്ക് ഈ ദുരന്തം വ്യാപിച്ചിട്ടുണ്ട്, അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അതിനുശേഷമാണ് ഈ 400ഓളം വീടുകൾ, മുണ്ടക്കൈയിൽ മാത്രം 400ഓളം വീടുകളുണ്ട്, അതിന് ശേഷിക്കുന്നത് 10ഓളം വീടുകൾ മാത്രമാണ് എന്നുള്ളൊരു കണക്കിലേക്ക് എത്തുന്നത്. 1000ഓളം പേരെയാണ് ഈ ദുരന്തം നേരിട്ട് ബാധിക്കുന്നത്. ആ 1000ഓളം പേരെയും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉത്തരവാദിത്തം. 1000ഓളം കുടുംബങ്ങളെ ബാധിച്ചു. ഏതാണ്ട് 170ഓളം ആളുകൾ ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്നു. ആ ഒരു കണക്കുകൾ, ഇനിയും കൂടുതൽ കണക്കുകൾ പുറത്തു വരാനുണ്ട്. കാണാതായവർ നിരവധിയാണ്. തെരച്ചിൽ നടത്തുകയാണ് ഇപ്പോഴും. പരിക്കേറ്റവർ ആശുപത്രിയിലുണ്ട്. അവരിൽ നിന്ന് വേണം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ.
ഇതെല്ലാം ഈ രക്ഷാദൗത്യത്തിന്റെ ശ്രമകരമായ വലിയ രക്ഷാദൗത്യത്തിന്റെ അതിസാഹസികമായ രക്ഷാദൗത്യത്തിന്റെ ശ്രമകരമായ കാര്യങ്ങളാണ് ഇതെല്ലാം. പ്രാദേശിക ഭരണകൂടം, ജില്ലാ ഭരണകൂടം, സർക്കാർ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടി സർക്കാർ തേടിയതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത്. സൈന്യം എത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലായത്. ഇനി ഈ കണ്ടെത്താനുള്ളവരെ കണ്ടെത്തിയെടുക്കുക, ഇനി ആരെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന രൂപത്തിലുള്ള അന്വേഷണം നടത്തുക, അതിനുള്ള കണക്കെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണക്കെടുപ്പിനനുസരിച്ചായിരിക്കും കൂടുതൽ തെരച്ചിൽ നടത്തുക. സ്വാതി. ശരി ശ്രീജിത്ത്, എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി കുറച്ചുകൂടി ഊർജിതമാക്കി കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ.